ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച ഏപ്രിൽ 9 മുടങ്ങിക്കിടന്നിരുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 2 മാസത്തെ തുകയായ 3200 രൂപ സർക്കാർ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറി തുടങ്ങിയിരുന്നു. ഇന്ന് മുതൽ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവർക്കും വിതരണം സജീവമായിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ 1600 വീതം 2 തവണയായിട്ടാണ് തുക അക്കൗണ്ടുകളിൽ എത്തിയത്. ചിലർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 1600 രൂപയും അക്കൗണ്ടുകളിൽ എത്തി. എന്നാൽ ചിലർക്ക് 1600 രൂപ മാത്രമേ എത്തിയിരുന്നുള്ളൂ. ഇന്നലത്തെ ബാങ്ക് അവധി കഴിഞ്ഞ് ഇന്ന് ബാങ്കുകൾ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഇവർക്ക് അടുത്ത ഗഡു കൂടി അക്കൗണ്ടിലെത്തി. അങ്ങനെ 3200 രൂപ തികയുന്നതാണ്. വീടുകളിലേക്ക് 3200 ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ല. പക്ഷേ വിഷുവിന് മുമ്പേ എല്ലാ വീട്ടിലും എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷുവിന് ശേഷം 3200 രൂപയുടെ വിതരണം തുടരും എന്നറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിതരണം ചെയ്ത 3200 കിട്ടിയവരെല്ലാം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇനി 1 മാസത്തെ പെൻഷൻ കൂടി ഈ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുണ്ട്. സംസ്ഥാനത്ത് ബഡ്ജറ്റ് അവതരണ വേളയിൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷൻ അതത് മാസത്തെ അവസാന തീയതികളിൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നതാണ്. 2024 ഏപ്രിൽ മാസം മുതൽ പെൻഷൻ കുടിശ്ശിക ആകാതെ വിതരണം ചെയ്യുവാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. ഏപ്രിൽ 29 അല്ലെങ്കിൽ 30 തീയതികളോടനുബന്ധിച്ചായിരിക്കും ഈ ഗഡു തുകയുടെ വിതരണം ആരംഭിക്കുക. ഡിസംബർ മുതൽ മാർച്ച് മാസം വരെയുള്ള 4 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായി 6400 രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി കുടിശ്ശിക ആയിട്ടുള്ളത്. ഇതിൽ നിന്നും 1 മാസത്തെ തുകയാണോ അല്ലെങ്കിൽ കുടിശ്ശിക പെൻഷൻ നൽകുന്നതിന് പകരം ഏപ്രിൽ മാസത്തെ പെൻഷനാണോ ഈ മാസം അവസാനം നൽകുകയെന്ന് ഈ മാസം അവസാനത്തോടെ വ്യക്തമാകും. ഏപ്രിൽ 26 സംസ്ഥാനത്ത് പൊതു തിരഞ്ഞെടുപ്പ് കഴിയുന്നതിനാൽ മാസാവസാന ക്ഷേമ പെൻഷൻ വിതരണത്തിന് പെരുമാറ്റച്ചട്ട തടസ്സങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയില്ല. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാന അറിയിപ്പ്. ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് വിതരണം നടത്തിയപ്പോൾ 6,80,000 വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ലഭ്യമാക്കുന്നുണ്ട്. മാസം തോറുമുള്ള 1600 രൂപ പെൻഷനിൽ നിലവിൽ 1100 രൂപയും 1300 രൂപയും ചിലർക്ക് 1400 രൂപയുമാണ് ലഭിച്ചത്. ഇങ്ങനെയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ഉടനെ ലഭിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ വിഹിതമായി 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കാത്തവർക്ക് അതും 2 മാസത്തെ തുകയാകുമ്പോൾ 400 മുതൽ 1000 രൂപയാകും. ഈ തുക 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രത്യേകമായി ലഭിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ ഫണ്ട് വിതരണം ചെയ്യേണ്ടത്. സംസ്ഥാന സർക്കാർ ഈ തുക കൂടി ഇപ്പോൾ മുൻകൂറായി നൽകി കഴിഞ്ഞു. ഈ തുക കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ ഗുണഭോക്താക്കളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യുമെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. വിഷുവിന് മുമ്പായി തന്നെ ഈ തുകയും അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഏറ്റവും പുതിയ ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.